നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് നമ്മളെ 75ാമത്തെ എപ്പിസോഡാണ്. 14/8/2024 14 5ൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് 1+4 5 ആണ് ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെയൊക്കെ പേഴ്സണാലിറ്റി ഉണ്ടാവുക. അപ്പോൾ 14 എന്നാൽ 5ൻ്റെ ഒരു പവർഫുള്ളായ, അതായത് ബുധൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. നമുക്ക് 14നെ കുറിച്ചിട്ട് പറയാം. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. ഇതാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത്. 14 5 എന്ന പേഴ്സണാലിറ്റിയിൽ 3 നമ്പറാണ് അല്ലേ. ഒരു മാസം ജനിക്കുന്ന കുട്ടികൾക്ക് 3 നമ്പറിലാണ് ഉണ്ടാവുക. ഒന്ന് 5-ാം തീയതി ജനിച്ചത്, 14-ാം തീയതി ജനിക്കുക, അല്ലെങ്കിൽ 23-ാം തീയതി ജനിക്കുക. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ 5ൻ്റെ പേഴ്സണാലിറ്റി. ഈ 5 എന്നാൽ ബുധൻ്റെ എനർജിയാണ്. പൊതുവേ ജ്യോതിഷത്തിലും എല്ലാറ്റിലും നമ്പർ 5നെ എന്താ പറയുക, ബുധനായിട്ടല്ല പൊതുവേ കണക്കാക്കുക. ജ്യോതിഷത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ന്യൂമറോളജി പ്രകാരം ഇത് 5 ബുധൻ്റെ എനർജിയാണ് നമുക്ക് പറയാം. ആദ്യം തന്നെ നമ്മളോട് കോള് വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം ആദ്യം തന്നെ. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി. ഓക്കെ. ഉണ്ണി എവിടെ നിന്നാണ്? എവിടെ സ്ഥലം? എവിടെ? ജില്ല എവിടെ? ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ഡേറ്റ് നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതെ അതെ അതെ. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 5/1/2003. 5/1/2003. ഓക്കെ. പിന്നെ മുഴുവനായിട്ടുള്ള പേര് പറയും. ഉണ്ണിക്കണ്ണൻ എസ്. ഉണ്ണിക്കണ്ണൻ എസ് അല്ലേ? UNNIKANN. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയല്ലേ, നിങ്ങൾ കേൾക്കൂ. UNNIKANNAN അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഓക്കെ ഓക്കെ. ഹലോ. പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. 5ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ വലിയ ദോഷമൊന്നും പറയാനില്ല, പൊതുവെ നല്ലതാണ്. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൻ്റെ എനർജിയും പിന്നെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇമോഷണലി നമ്മുടെ അതെ മാനസിക സമ്മർദ്ദത്തിൽ ആകുന്ന അവസ്ഥ അതിലും ഉണ്ട്. കാരണം മനസ്സിൻ്റെ കാരകനായിട്ട് ആ പേരിൻ്റെ എനർജിയിലുള്ളത് 2ആണ്, ചന്ദ്രനാണ്. അപ്പോൾ ഉയർച്ച താഴ്ച, അതായത് മനസ്സിന് വേരിയേഷൻ വളരെ കാര്യമായിട്ട് ഇതിൽ കാണാനുണ്ട്. അതാണ് പേരിൻ്റെ എനർജിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് പിന്നെ പേരിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത്? പിന്നെ ഇത് ഗസറ്റി കൊടുത്തേ ഉണ്ണികൃഷ്ണൻ ഫോട്ടോ. ഉണ്ണികൃഷ്ണൻ എന്നാക്കാനാണോ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? എന്തോ? എസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം? ശ്രീധരൻ. ഓക്കെ. ഉണ്ണികൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാലും ബെസ്റ്റ് ആകുന്നില്ല കേട്ടോ. ഉണ്ണികൃഷ്ണൻ യെസ് ഇല്ല. അത് ഇപ്പോഴുള്ളതിനെ അത്രയും സപ്പോർട്ട് ചെയ്യാത്തൊരു എനർജി ആയിട്ടാണ് വരിക. ഇപ്പോഴുള്ളത് പോലും അത്രയും പോലും ശരിയാകുന്നില്ല അത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ യെസ് എന്ന് വരില്ല. പിന്നെ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ഗീതാകുമാരി ആർ. ജി അല്ലേ? ജിയും പറ്റുന്നില്ല. പിന്നെ അച്ഛൻ്റെ തറവാട്ട് പേര്, വീട്ടിൻ്റെ തറവാട്ട് പേര് അങ്ങനെ വെക്കാൻ പറ്റുമോ? മരിച്ചുപോയി. അല്ല, തറവാട്ട് പേര് എന്തെങ്കിലും വെക്കാൻ പറ്റുമോ അതിൻ്റെ കൂടെ? തറവാട്ട് പേര് അറിയില്ല. ഓക്കെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ. പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് മാത്രം വെക്കുകയാണെങ്കിൽ ഗസറ്റഡ് പ്രകാരം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പേരായിട്ടും അങ്ങനെയും വെക്കാം. അല്ലാണ്ട് ഇനീഷ്യലൊന്നും ഇല്ലാത്തതായും വേണമെങ്കിൽ പേര് വെക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് മാത്രം ഗസറ്റഡ് വിജ്ഞാപനം ചെയ്തുകൊണ്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല പേരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു അതെ അതെ ഇനീഷ്യൽ ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ എന്ന് മാത്രം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം വെക്കുകയാണെങ്കിൽ
നല്ല എനർജിയാണ്. അപ്പം അതിൻ്റെ സ്പെല്ലിങ് കൺഫ്യൂഷനൊന്നും വേണ്ട. KRISHNAN. കൃഷ്ണൻ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അത് മാത്രം ഗസറ്റഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഇനീഷ്യൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനും നന്നായിട്ട് ഉണ്ട്. അപ്പോൾ ശ്രീധരൻ തന്നെയാണ് കൃഷ്ണൻ. അതുകൊണ്ട് പിന്നെ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ പേരിൻ്റെ എനർജി പ്രകാരമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞോളൂ. ലക്കി പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ പൊതുവേ സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് കേട്ടോ. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എസ്പെഷ്യലി ഗ്രീൻ കളർ സപ്പോർട്ട് ചെയ്യും കൂടുതൽ. ഗ്രീൻ ആൻഡ് സിൽവർ. നമുക്ക് ബുധൻ്റെ എനർജി, അതായത് പേഴ്സണാലിറ്റി 5 അല്ലെങ്കിൽ 14, 23 ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളർ സിൽവർ ആണ്. സിൽവർ കളർ. സിൽവർ കളർ എന്ന് പറയുമ്പോൾ കളറിലേക്ക് വരുമ്പോൾ ഗ്രേ കളർ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ആ ഒരു പേര് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഉയർച്ചയിലൊക്കെ വരാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയാണ് ഇതാണ്. അപ്പോൾ ധൈര്യമായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. ലക്കി ഡേയ്സ് ആണോ? ലക്കി ഡേയ്സ് 10, 19, 1, 10, 19, 5, അതായത് ഇപ്പം പറഞ്ഞ 5, 14, 23. അതുകൂടാതെ 7 ദിവസങ്ങൾ നല്ലതാണ്. 7, 16, 25. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണി കണ്ണൻ. എന്തായാലും ഉണ്ണികൃഷ്ണനാക്കിയിട്ടുണ്ട് നമ്മൾ. എന്തായാലും ഒരാൾ തന്നെയാണ് പേര് പ്രകാരമായാലും. അപ്പോൾ അവരുടെ എനർജി പ്രകാരം അത് 3ൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള എനർജി, അതായത് വ്യാഴത്തിൻ്റെ എനർജിയിലാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു എന്താ പറയുക, ഇമോഷണലി എപ്പോഴും ഹാപ്പി അല്ലാത്ത അവസ്ഥയും, പിന്നെ അതിനെക്കൊണ്ടുള്ള ഒരേ ഒരു പ്ലസ് പോയിൻ്റ് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടെങ്കിലും മാനസികമായിട്ട് നമ്മൾ സമ്മർദ്ദം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് കാര്യമില്ലാണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് അതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു വലിയ മാറ്റം അവർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഗസറ്റഡ് വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഒരു പേരിനെ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എവിടെ വേണമെങ്കിലും, അല്ലേ, ബാങ്കിലാണെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ആ പേരിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേര് മാറ്റുന്നവർ ഗസറ്റഡ് വിജ്ഞാപനം വഴി തന്നെ മുഴുവനായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടുത്തെ നിയമം ഉണ്ട് അങ്ങനെ. പിന്നെ എന്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പം? അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തം ഒരു എനർജി ആയിട്ട് ഉപയോഗിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും 5നെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ കോൾ വന്നതും പേഴ്സണാലിറ്റി 5നെ കുറിച്ചിട്ടാണ്. ഇത് എന്താ പറയുക 5 ഇന്നത്തെ ഡേറ്റ് 14. ഓക്കെ. എന്തായാലും അടുത്ത കോൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറയൂ, ആരാണ്? പറയൂ. വെയിറ്റ് ചെയ്യാണ്. എവിടെ നിന്നാണ്? കായംകുളം. ഓക്കെ. കായംകുളത്തിന് തന്നെ നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? എന്താണ് പേര്? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയൂ. നിങ്ങളിങ്ങനെ മനസ്സിലാവുന്നില്ല. അജിത്ത് കൃഷ്ണൻ കെ അല്ലേ? അജിത്ത് കൃഷ്ണൻ. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അജിത് കൃഷ്ണന്റെ. 1994 സെപ്റ്റംബർ 12. 12/9/1984 അല്ലേ? 1994. ഓക്കെ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ അജിത് കൃഷ്ണൻ കെ, അതായത് 38 ഞാൻ പേരിൻ്റെ എനർജി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം എല്ലാ കാര്യത്തിനും കാലതാമസം എന്നുള്ള ഒരു ഇതുപോലും അത് കാണുന്നുണ്ട് കേട്ടോ.
38. അപ്പോൾ 38 2 ചന്ദ്രൻ്റെ എനർജിയാണ്. ശനിയുടെ എനർജി അവിടെ വരുമ്പോഴേക്കും ചന്ദ്രൻ്റെ എനർജിയിലുള്ള ഒരു പേര് നമുക്ക് ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ആ, അപ്പോൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിലൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴേക്ക് ഒരു കാര്യമാണ് പറയേണ്ടത്. അത് ജോലീൻ്റെ കാര്യത്തിലായാലും പിന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും ഒരു കാര്യമാണ് പറയേണ്ടത്. മറ്റൊരു പേര് വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ മറ്റൊരു എനർജി മറ്റൊരു കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് വെറുതെ കാര്യം അറിയുന്നതിനെ കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ തന്നെയാണ് പോവുക. അപ്പോൾ നിങ്ങൾ ആ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരാനാണ് പറയാനുള്ളത്. ഓക്കെ. ആ, അപ്പോൾ എന്തായാലും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. എന്തായാലും അത് ഞാൻ അവിടെ പറ്റുള്ളൂ ഒന്ന് നോക്കട്ടെ കേട്ടോ. കേൾക്കാമോ? അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും പേരിൻ്റെ എനർജി അനുസരിച്ചിട്ട് നമുക്ക് അടുത്തൊരു വർഷം കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് വിവാഹത്തിന് വേണ്ടിയിട്ട്. അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ജോലി അതിനെ പറയുന്നത് നമ്മൾ ഈ എനർജി പ്രകാരം നോക്കുമ്പോഴേക്കും ആ പേരിൽ നിങ്ങളൊരു മാറ്റം വരുത്താനാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ കാലതാമസം എല്ലാറ്റിനും ഇതായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങളത് കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ പേരിൻ്റെ കാര്യത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് മാറ്റണമെന്നോ അതിനെക്കുറിച്ചിട്ടോ നിങ്ങൾക്കൊന്നും അറിയണ്ട. അങ്ങനെയാണ്. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു മികച്ച, അതായത് എന്താണ് കേൾക്കുന്നില്ല? അജിത്ത് മാത്രമാക്കാനാണോ? പിന്നെ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് സാറ് പറയുന്നു. അപ്പോൾ അജിത്ത് കെ എന്ന് മാത്രമാക്കണമെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. കാര്യം എളുപ്പമാക്കിയിട്ട് കൊണ്ടുവരും. ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യം കൊണ്ടുവരും. അജിത്ത് കെ എന്ന് മാത്രമാണെങ്കിൽ കേട്ടോ. അങ്ങനെ ഒരു പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അവിടെ എഴുതെങ്കിലും അജിത്ത് കെ എന്ന് മാത്രം. അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള ഈ ഡേറ്റ് ഓഫ് ബർത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പേരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാനൊക്കെയുള്ള എനർജി അതിലുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പം നമുക്ക് നാളത്തെ കാര്യം എന്താണ് മറ്റത്തെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. അത് അതുപോലെ തന്നെയാണ് സംഭവിക്കുക. നമുക്കൊരു എനർജിയിലുള്ള ഒരു മാറ്റം വരുന്നതോടുകൂടി അവിടെ ആ കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാവും. അതാണ് ന്യൂമറോളജി കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ആക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ പേരിലൊരു അങ്ങനെയുള്ളൊരു മാറ്റം അജിത്ത് കെ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ എനർജി ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ളൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ അതന്നെ സാധാരണ എല്ലാവരും ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. എന്താണ് ആവുക അങ്ങനെ അതിനെക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. അതിനുള്ള ശാസ്ത്രങ്ങളും അതിനുള്ള എനർജിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. എല്ലാവരോടും കോമൺ ആയിട്ട് പറയാനുള്ളതാണ്. ഓക്കെ. എന്തായാലും ഇപ്പോൾ വിളിച്ചത് കായംകുളത്തുനിന്ന് അജിത്ത് കെ യുടെ അമ്മയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ആ പേരിൽ ചില പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്തേണ്ടതാണെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. പറഞ്ഞോളൂ. ആരാണ് സംസാരിക്കുന്നത്? സാറേ, എൻ്റെ പേര് പിങ്കി എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ഓക്കെ. മകൻ്റെ പേര് പറയാം. മകന് കാർത്തിക് എന്നും പേരുണ്ട്, കാർത്തികെന്നും ഉണ്ട്. അപ്പൊ രണ്ട് പേരിലെ ഏതൊരെണ്ണം എന്നൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 28/3/24. 2024. ഓക്കെ. അതെ.
ഇപ്പോൾ നിങ്ങൾ ഇടാൻ കരുതിയിരിക്കുന്ന പേര്, ആദ്യത്തെ പേര് പറയും. കാർത്തിക്. കാർത്തിക്കിൻ്റെ കൂടെ എന്താണ് അച്ഛൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് ഇനീഷ്യലായിട്ട്? എന്താണ് പേര് ഇടാൻ പരിപാടി? കാർത്തിക് അനുലാൽ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛന്റെ പേര്. മറ്റൊരു താല്പര്യമുള്ള പേര് ഏതാണെന്ന് പറഞ്ഞത്? എന്താണ് രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പേര് ഏതാണ് ഇടാൻ താല്പര്യം എന്ന് പറഞ്ഞത്? കാർത്തികേയൻ. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. കാർത്തികിന്റെ അമ്മയുടെ പേരെന്താണ് കുട്ടിയുടെ? ചിഞ്ചു. ഓക്കെ. അപ്പോൾ ഞാനിത് രണ്ട് തരത്തിലും നോക്കി. കാർത്തികേയൻ വെച്ച് നോക്കി, കാർത്തിക് എൻ്റെ എയും അനുരാഗ് സി എന്നുള്ള ലെറ്റേഴ്സൊക്കെ വെച്ച് നോക്കി. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേരും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, കുട്ടിക്ക് ഒരു പറഞ്ഞോളൂ. അതായത് ഹസ്ബൻഡിന് ഈ രണ്ട് പേരിനോട് താല്പര്യമില്ല, നിനക്ക് ഇഷ്ടമുള്ളൊരു പേര് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിൽ വിളിക്കുന്നേ. അപ്പൊ എന്നാ സാറ് തന്നെ ഒരു പേര് പറഞ്ഞു. ഓക്കെ, ഞങ്ങക്ക് രണ്ടുപേരും. അല്ല, ഞാനിപ്പോ ഈ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ ഓരോരോ പേരും എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം നമ്മളൊരു പേര് നല്ലതാണെങ്കിലും നിങ്ങൾ ഇപ്പം അനുരാഗ് എന്നോ അല്ലെങ്കിൽ എ എന്നോ വെച്ചിട്ടേ നമുക്ക് അതിന് ഇനീഷ്യൽ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അപ്പോൾ അത് വേറെന്ത് ആഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എനർജിയിൽ മാറ്റം വരും. അപ്പോൾ നമുക്ക് ഓരോന്നും വെച്ചിട്ട് അത് ചെക്ക് ചെയ്ത് തന്നെ വേണം, അല്ലാതെ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരിൻ്റെ കൂടെ കാരണം അവരുടെ സർനെയിം സെക്കൻഡ് നെയിം എന്തായാലും മാറ്റമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒരേ എനർജിയിലായിരിക്കുമല്ലോ. നമുക്ക് ഇന്ന് എനർജിയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ നോക്കിക്കഴിഞ്ഞാലേ അത് കിട്ടുള്ളൂ എന്തായാലും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരും കൂടി പറഞ്ഞോളൂ, ഞാൻ പെട്ടെന്ന് അതുകൂടി നോക്കാം. അതിലും ഏതെങ്കിലും ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഒരു പേരും കൂടി പറയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളേ? സൂര്യൻ. ഓക്കെ. ഇപ്പോൾ അതിൽ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് സൂര്യ എ എന്നാണ്. സൂര്യ എ, SURYA ഇനീഷ്യൽ അനുരാഗ് എന്നതിൻ്റെ ഇനീഷ്യൽ എ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാതെ ബെസ്റ്റ് ആയിട്ടുള്ളത് 100% ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത്, എന്നാലും ഒരു 80% നല്ലൊരു പേരാണ്. തീർച്ചയായിട്ടും കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള എനർജി ആയിരിക്കും അത് കേട്ടോ. അപ്പോൾ 100% എന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം 100% ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇപ്പോൾ ഞാൻ ഈ 3 പേരും സൂര്യൻ നോക്കി, സൂര്യൻ തന്നെ 2-3 തരത്തിൽ നോക്കി, SU വെച്ചിട്ട് നോക്കി, SOO എന്ന് വെച്ച് നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടും നമുക്കത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതിലൊരു 80% ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേരാണ് SURYA, സൂര്യ എ എന്നുള്ളൊരു പേര്. അപ്പോൾ അതാണ് ഓക്കെ ബെസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് പൊതുവെ ഒരു നല്ല ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് വേണം കരുതാൻ, 1ൻ്റെയും 3ൻ്റെയും കൂടിച്ചേരൽ കുട്ടിയുടെ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്താണ്. ബിസിനസ്സിലൊക്കെ ഉയരങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള എനർജിയാണ് പൊതുവേ അത്. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കോട്ടയത്ത് നിന്ന് കാർത്തികിൻ്റെ അമ്മയാണ് വിളിച്ചത്. കാർത്തിക് സൂര്യ എന്ന പേര് മാറ്റിയിട്ടുണ്ട്, അവർ കൺഫേം ചെയ്യട്ടെ എന്തായാലും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 100% ബെസ്റ്റ് ആയിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരിടുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആഗ്രഹം എന്നുള്ളത് ശരി തന്നെ, എന്നിരുന്നാൽ പോലും അവരുടെ ഭാഗ്യമാണ് ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. അവരുടെ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ട ഒരു എനർജിയാണ്, കൂടെയുള്ള എനർജിയാണ്
പേര് എന്നുള്ളത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ എന്തെങ്കിലും സ്ട്രഗിളിങ് ഉണ്ടെങ്കിൽ പോലും ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യത്തിനെ വലിച്ചടിപ്പിക്കാൻ ആ ഒരു പേരിനെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 14 കുറിച്ചിട്ടാണ്. 14 5ൻ്റെ എനർജി ആണെങ്കിലും അതിനെ വ്യത്യസ്ത തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല പുസ്തകങ്ങളിലും. ന്യൂമറോളജീൻ്റെ പല പ്രമുഖരെഴുതിയ പുസ്തകങ്ങളിലും 14 എന്ന നമ്പറിനെ ഒരു ഡേറ്റ് എന്ന നിലയിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു നാടിനോ ഒരു സ്ഥാപനത്തിനോ അങ്ങനെയൊക്കെ 14 എനർജി വരുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവായിട്ടുള്ള എനർജി ആണെങ്കിലും പ്രകൃതി ദുരന്തം എന്നുള്ളത് ഈ 14ൻ്റെ കൂടെയുള്ള ഒരു എനർജിയാണ്. ഇത് ഡേറ്റിനല്ല പറയുന്നത്. ഒരു 14 എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ മനസ്സിൽ വരുന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. അതായത് ഒരു ദേശത്തിൻ്റെ പേര് 14 എന്ന എനർജിയിലാകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു പേര് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കേരള എന്ന പേരിൻ്റെ എനർജി എന്താണ്? നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം ആദ്യം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? കൊല്ലം ജില്ലയിൽ നിന്ന് രാജേന്ദ്രൻ പിള്ള. ഓക്കെ, ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? മോന്റെ കുഞ്ഞിന് വേണ്ടിയാണ്. ഓക്കെ. മോന്റെ പേര് പറയും. മകന്റെ പേര് ശ്രീവേദ. ശ്രീവേദ അല്ലേ? ഓക്കെ. എച്ച് എന്നുണ്ട് അല്ലേ? DHA. ഓക്കെ. ഓക്കെ, റൈറ്റ്. ഇനി എന്താണ് അതിന്റെ സർനെയിം, സെക്കൻഡ് നെയിം കൊടുത്തിരിക്കുന്നത്? സെക്കൻഡ് നെയിം എന്താണ് കൊടുത്തിരിക്കുന്നത് കുട്ടിയുടെ? സെക്കൻഡ് നെയിം ഒന്നും ഇട്ടിട്ടില്ലേ? അപ്പോൾ എന്തായാലും ഇപ്പം സ്കൂളിൽ ചേർക്കുമ്പോൾ ചോദിക്കുമല്ലോ, ഇനീഷ്യലെങ്കിലും ഇടണ്ടേ? സെക്കൻഡ് നെയിമിന് പകരം അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളക്കാർ ഇനീഷ്യലൊക്കെ ഇടാറ്. അപ്പോൾ ഒരു ഇനീഷ്യലെങ്കിലും ഇടണ്ടേ? അപ്പോൾ എന്താണ് അതിൻ്റെ കൂടെ ഇടുക? ശ്രീവേദ ഇനിഷ്യൽ 6. ഓക്കെ. മറ്റേ കേട്ടില്ല, സ്കൂളിൽ ചേർക്കുമ്പോ സ്കൂളിൽ ചേർക്കുമ്പോൾ പൊതുവെ സർനെയിം കൂടി ചോദിക്കും ആൾക്കാർ. അപ്പോൾ ഇനിഷ്യൽ 6 ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും കുട്ടിയുടെ. ഹലോ, പറഞ്ഞു. 28/6/2023 അല്ലേ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, പറയാം. ഓക്കെ. ശരി. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 5 ആണ്. പൊതുവെ നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജനിച്ച. അപ്പോൾ ആ ജനിച്ച എനർജി പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. ശ്രീവേദ 6 എന്നുള്ള പേര് അതിൽ 6 എന്ന് ആഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എനർജി മാറുന്നുണ്ട്. ശ്രീവേദ എന്ന് മാത്രമാകുമ്പം ഒരുവിധം കുഴപ്പമില്ലാത്ത എനർജിയാണ്. അതാണ് അത് പറയേണ്ടത് പേരിൻ്റെ എനർജി പ്രകാരം. അല്ലെങ്കിൽ ശ്രീവേദ 6 എന്ന് എഴുതണമെങ്കിൽ DH ഒഴിവാക്കിയിട്ട് DA 6 എന്ന് ഇടണം. അപ്പോൾ ശ്രീവേദ 6 എന്ന്. SREEVEDA പിന്നെ സ്പേസ് ഇട്ടിട്ട് 6. അപ്പോൾ അതിലും നല്ലത് 6. പിന്നെ എന്തെങ്കിലും സർനെയിം ചോദിക്കുമ്പോൾ ഇടണമല്ലോ. ഇല്ലാതെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു പേരായിട്ട് വരുന്നുണ്ട്. പക്ഷേ മിക്കവാറും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% നല്ല പേരെന്ന് പറയാം കേട്ടോ. അതാണ് പറയുന്നത്. എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുട്ടിയുടെ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും അറിയണോ? അല്ല, ഇപ്പൊ നമ്മള് ഈ പേര് തന്നെ ഫുള്ള് മാറ്റുവാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്ററിൽ തുടങ്ങുന്ന പേര് വല്ല? തീർച്ചയായിട്ടും അത് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അങ്ങനെ നമുക്ക് ചെയ്ത് അത് കുറേ എഴുതിയിട്ട് ഓരോ ലെറ്ററും എഴുതി കൂട്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഒന്ന് പറഞ്ഞു തരാനേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ സ്റ്റാർട്ടിങ് ഏതാണ് അറിയണമെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടിങ് ലെറ്റർ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. AIJ പിന്നെ CSG ഏറ്റവും നല്ലതാണ്. അതുപോലെ NH
എൻ എടുക്കാം, NE ഓക്കെ. ഇപ്പോൾ ഇത്രയും ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പേരെടുക്കാം. ഒന്നും കൂടി പറയാം, AIJCSG അതുപോലെ NE ഈ പേരുകളൊക്കെ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വേണമെങ്കിൽ V എടുക്കാം, U എടുക്കാം, അതിലും നല്ലതാണ്. V. അപ്പോൾ ഇത്രയും ലെറ്ററിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകൾ നന്നായിരിക്കും. പിന്നെ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആ പേരിനെ ഏറ്റവും മികച്ച ഒരു ആക്കി എടുക്കുക, അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേരിൻ്റെത് ഒരു 80% കുഴപ്പമില്ലാത്ത പേരാണ് ശ്രീവേദ R. അത് H ഒഴിവാക്കിയിട്ടുള്ള ശ്രീവേദ ആണ്. ഓക്കെ. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുട്ടിയുടേത്. കുട്ടി ആഗ്രഹിക്കുന്ന പോലെ ഉയരങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള എനർജി അതിൽ ഉണ്ട്. കാരണം ഭയങ്കര സ്വാതന്ത്ര്യം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ്. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് പോകാനും പറ്റും. ഓക്കെ. അല്ല, വാശി പറഞ്ഞാൽ പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒരു ലീഡറിൻ്റെ എനർജി എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം കൊണ്ടും ഒരു നല്ലതാണ്. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. പൊതുവെ പേഴ്സണാലിറ്റി നമ്പർ. ഓക്കെ, വെൽക്കം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 5 1ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ് പൊതുവെ ഒരു നല്ല ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ പൊതുവെ ഒരു നല്ല കൂടിച്ചേരലാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 28/6/2023 എന്നുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം 80% ബെസ്റ്റായിട്ടുള്ള ഒരു പേരായാലും മതി, ധാരാളമാണ്. പിന്നെ വളരെ ദോഷമൊക്കെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ മാത്രമാണ് ഒരു മികച്ച ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു തരത്തിലും ഒരു കുറവ് വരാത്തുള്ള ഭാഗ്യദായകമായിട്ടുള്ള പേരൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് പൊതുവെ ജനിച്ചത് തന്നെ കുറച്ച് ഭാഗ്യദായകമായിട്ടുള്ള ആണ്. അതുകൊണ്ട് പേരിൻ്റെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാണ് അതിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ് ഒന്ന് അവസാനിപ്പിച്ച കാര്യം ഇതാണ്, 14 എന്ന എനർജി. 14 എന്നത് ഞാൻ പറഞ്ഞു ഈ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ എനർജിയാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കേരള എന്ന പേരിൻ്റെ എനർജി നിങ്ങൾക്ക് കാൽഡിയൻ ന്യൂമറോളജിയുടെ ഒരു കാൽക്കുലേഷൻ അറിയുകയാണെങ്കിൽ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 14 വരുന്നത്, അതിൻ്റെ എനർജി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 14 എന്നത് പ്രകൃതി ദുരന്തമാണ്. പക്ഷേ കേരള എന്നത് 14 ആണെങ്കിൽ കേരളം എന്നാൽ അത് 18ൻ്റെ എനർജിയാണ് വരുന്നത്. അത് 18ൻ്റെ എനർജിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വാശിയും രക്തച്ചൊരിച്ചിലും കൂടെ ഉള്ള ഒരു എനർജി എന്നുകൂടി ഈ 18 ഒരു അർത്ഥമുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ കേരള എന്ന് വരുമ്പോഴേക്കും അത് പ്രകൃതി ദുരന്തമാണ്. അതേസമയം ബിസിനസ്സിന് തന്നെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലവും ആയി മാറും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് വീണ്ടും ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ഞാൻ പാമ്പാടിയിൽ നിന്നാണ്. ഓക്കെ, പാമ്പാടിയിൽ നിന്ന് അല്ലേ? പറഞ്ഞോളൂ. മോന്റെ കാര്യം ഒന്ന് അറിയാനായിട്ട് വിളിക്കുമായിരുന്നേ. ഓക്കെ, മോന്റെ പേര് പറയും. മോന്റെ പേര് നിതീഷ് ഷാജി. സുധീഷ? നിതീഷ്. നിതീഷ്. NIDHEESH. നിതീഷ് ഷാജി. ഷാജി SHJI. ഷാജി. നിതീഷ് ഷാജി അല്ലേ? ഓക്കെ, റൈറ്റ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും നിതീഷ് ഷാജിന്റെ. 29/7/1999 8:49 AM. 1999 29/7/1999 അല്ലേ? നിതീഷ് ഷാജി. 29/7/1999 8:49 AM. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഓക്കെ. ഹലോ, കേൾക്കാമോ?
പറഞ്ഞോ കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 1 2ൻ്റെയും 1 കൂടിച്ചേരലാണ്. അപ്പോൾ നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. 2ൻ്റെയും 1ൻ്റെയും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ അടുത്തേക്ക് വരുമെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ട സമയമാകുമ്പോഴേക്കും അതിന് എന്താ പറയുക, നമ്മളിൽ നിന്ന് കുറച്ച് അകന്നു പോകുന്ന ഒരവസ്ഥയൊക്കെയാണ് ഇതിൽ കാണുന്നത്. അതുമാത്രമല്ല കുറച്ച് സ്ട്രഗിളിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താ പറയുക, ഒരു കാര്യത്തിനെ ചെറിയൊരു കാര്യമാണെങ്കിലും നേടിയെടുക്കാൻ കൂടുതൽ സമയമെടുക്കുന്ന അവസ്ഥ ഒക്കെ ഇതിൽ കാണാനുണ്ട്. വിദ്യാഭ്യാസത്തിന് പൊതുവെ കുറച്ച് സപ്പോർട്ടീവും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ പറയാനുള്ളത്. അപ്പോൾ പറയൂ. ജോലി ആയില്ല. അപ്പോൾ അതിൽ പിന്നെ ഈ പേരിൻ്റെ എനർജി പ്രകാരം തന്നെ അതിൽ നല്ലൊരു താമസം തന്നെയാണ് കാണുന്നത്. എന്താ പറയുക, ഉദ്ദേശിക്കുന്നതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് താമസം തന്നെ അപ്പോൾ അതാണ് ആ പേരിൻ്റെ എനർജിയിൽ വരാനുള്ളത് പറയാനുള്ളത്. പേരിൽ അതൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കുറച്ചുകൂടി നന്നാവുക ജീവിതത്തിൽ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അനുകൂലമായിരുന്നു അല്ലേ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അനുകൂലമായിരുന്നു അല്ലേ? എല്ലാ കാര്യങ്ങളും ആയിരുന്നു. ഇപ്പൊ IT സിവിൽ ആൻഡ് ക്രാഫ്റ്റ് ഞാൻ പഠിച്ച് നിൽക്കുവാണ്. ജോലിയൊന്നും ആയില്ല. പിന്നെ നടുവിനൊരു പ്രശ്നമുണ്ട്. അത് കുറെ ഡോക്ടർമാരെ കാണിച്ചെങ്കിലും അത് പിന്നെ ഒരു കുഴപ്പവും ഇല്ല എന്നാ അവര് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇപ്പം ഇതിൽ ആദ്യം തന്നെ നോക്കുമ്പോൾ കാണുന്നത് അത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് അനുകൂലതയും ബാക്കിയുള്ള കാര്യങ്ങളിൽ സ്ട്രഗിളിങ്ങുമാണ് കാണുന്നത്. അപ്പോൾ അതാണ് തന്നെ അത്. പിന്നെ അതും മാനസികമായിട്ടുള്ള പ്രയാസവും അത് പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാവും, അതിൻ്റെ കൂടെ. അപ്പോൾ അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ആ പേരിൽ ഒരു മികച്ച പേരാക്കുക, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഭാരം, കൂടുതൽ സ്ട്രഗിളിങ് ഉള്ള അനുഭവമാണ് ആ പേരിൻ്റെ എനർജി പ്രകാരം ഉണ്ടാകുക. അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ നന്നാകുക. ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത് അതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ നിധീഷിൻ്റെ H ഒഴിവാക്കിയിട്ടൊക്കെ നോക്കിയായിരുന്നു. എന്നിട്ടൊന്നും ഒരു മികച്ച ഒരു പേരായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു പേരിൽ മാറ്റം വരുത്തുമ്പോഴും കാര്യങ്ങളും മാറും. നമ്മൾ ഇപ്പം പറയുന്ന കാര്യമല്ല നേരം പറയേണ്ടത്, മറ്റൊരു കാര്യമാണ് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ അതാണ് ആ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ശരി. അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ അതാണ് പറയാനുള്ളത്. ന്യൂമറോളജി പ്രകാരം ആദ്യം തന്നെ നോക്കുമ്പോൾ കാണുന്നതാണ്, ആഗ്രഹിക്കുന്ന കാര്യത്തിന് അടുത്തേക്ക് വരും, പക്ഷേ അതിന് നമുക്ക് അത് ഫലത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. അതേസമയം വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസവും പാണ്ഡിത്യം, അത് മാത്രമല്ല ഇപ്പം നമുക്കങ്ങനെ പണ്ഡിതനാകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയുള്ള ഒരവസ്ഥയില്ല. എന്നാലും പാണ്ഡിത്യം എന്നുള്ളതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അറിവുള്ളവരും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലേ. അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയരാത്ത അറിവ് ഒരുപാട്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനേക്കാളും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള കഴിവ്, അതുപോലെയുള്ളൊരു പാണ്ഡിത്യം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടും അവരുടെ പേര് കൊണ്ടും കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ അതിന് മെറ്റൽ എനർജി എന്ന് പറയില്ല പൊതുവെ. നമുക്ക് ഇവിടുത്തെ ഈ സംഭവ ലോകത്ത് സമ്പത്ത് വേണം. ആ സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാനും പിന്നെ ഒരു പ്രശസ്തി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലോകം തേച്ചും അറിയപ്പെടുന്നതല്ല. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ നമ്മുടെ ആ ഒരു സമൂഹത്തിന് മുന്നിലെങ്കിലും ഒരു നല്ല പേരിൽ അല്ലേ അറിയപ്പെടുക. അപ്പോൾ അത് രണ്ടും ഡിപ്പെൻഡാണ്. ഈ പണവും അതും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഹാപ്പി ആയിട്ട് ഒരാൾ ജനിച്ച് വലുതായി അവരുടെ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അല്ലേ അവരുടെ ഒരു ജീവിതം ഒരു സക്സസ് ആയിട്ട് പൊതുവെ അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ അതിൽ കുറയും, പക്ഷേ അറിവുണ്ട് താനും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയേണ്ടത്. അപ്പോൾ അതാണ് ന്യൂമറോളജിൻ്റെ അടുത്ത് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സ്മിത, കൊല്ലംകോട്ടുള്ള. സ്മിത അല്ലേ? സ്മിത, ഓക്കെ. സ്മിതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മോന്റെ കാര്യം. മകൻ്റെ കാര്യം വേണ്ടിയിട്ട് അല്ലേ? മകൻ്റെ പേര് പറയാം. പേര് സാഗർ S.
സാഗർ, യെസ്, ഓക്കെ. സാഗറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. സാഗറിന്റെ ഒരു 8/6/2003. 8/6/2003. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത് പറയാം. 8/6/2003 സാഗർ എസ് അല്ലേ? അതെ അതെ അതെ. പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 1. അങ്ങനെ രണ്ട് ശക്തമായിട്ടുള്ള രണ്ട് എനർജിയാണ് പേരിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല പേര് നിർബന്ധമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്താണ് കേട്ടോ. അപ്പോൾ ആ പേര് നല്ല മികച്ച ഒരു പേര് വേണ്ട, തീർച്ചയായിട്ടും വേണ്ട ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് 8ൻ്റെയും 1ൻ്റെയും. അപ്പോൾ ശനിയുടെയും സൂര്യൻ്റെയും കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഗ്യദായകമായിട്ടുള്ള പേര് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സാഗർ എസ് എന്നുള്ളത് അത് വീണ്ടും 13ൻ്റെ എനർജിയിലാണ്, രാഹുവിൻ്റെ എനർജിയിലാണ് പേര്. അപ്പോൾ അത് നമുക്ക് എന്തായാലും സപ്പോർട്ടീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് ആ എസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? ശിവദാസൻ. അച്ഛന്റെ പേരാണ് ശിവദാസൻ. ശിവദാസൻ അല്ലേ? അമ്മയുടെ പേരെന്താണ്? സ്മിത. സ്മിത, ഓക്കെ. സാഗർ എന്നുള്ള പേരിൽ SAA എന്ന് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു പേരായിട്ട് വരും, ഭാഗ്യദായകമാണ്. SAAGAR. SAAGAR. പിന്നെ അതെ, സാഗർ. അതുപോലെ സാഗർ എന്നുള്ളത് പ്രൊനൗൺസിയേഷൻ ഒരു കുഴപ്പം വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഒരു ദീർഘം ഉണ്ടല്ലോ അതിന്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പേര് ഇടാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരായി, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരായിട്ട് വരും. പിന്നെ മകൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ ഉയരാനൊക്കെയുള്ള പവർ അതിനുണ്ടാകും ആ പേരിന്. അല്ലാതെ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലീഡർഷിപ്പിനും പിന്നെ ആൾക്കാരെ മുന്നിൽ നിന്ന് നയിക്കാനൊക്കെയുള്ള എനർജി ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടി എന്ന നിലയിൽ ഇപ്പോൾ മനസ്സിലാവില്ല, കുറച്ചും കൂടി അവനൊരു 25-28 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മനസ്സിലാവും. അങ്ങനെ ലീഡറായിട്ട് ഇരിക്കാനും ഒക്കെയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജി ഇതിൽ കാണാനുണ്ട്. പക്ഷേ എന്താ അറിയോ, ഈ രണ്ട് വലിയ സംഖ്യകളാണ്. അപ്പോൾ എന്താ, പല തടസ്സങ്ങളുമാണ് മുന്നിലേക്ക് വരിക. ആ ഒരു എനർജീനെ ഫ്ലെക്സിബിൾ ആക്കാൻ ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് ഉയരാനുള്ള എനർജിയും അതിൽ വരും. ഓക്കെ, ഇപ്പോൾ എക്സ്ട്രാ ഒരു എ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഒരു എ ആഡ് ചെയ്യണം. ഓക്കെ, ഏതാണ് ജോലിക്ക് സാധ്യതയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടെ ജോലി എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ കൊണ്ടൊന്നും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ജോലി ചെയ്യുന്നതല്ല, അവർ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ ആർക്ക് ജോലി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ജോലി കിട്ടില്ലേ, അതിനെന്താണ് ഇപ്പം അതൊരു അത്ഭുതമൊന്നുമല്ല പുറത്തേക്ക്. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന പോലെ ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ജോലിയും അങ്ങനെയുള്ള ജോലിയോ അല്ലെങ്കിൽ ഇത് ലീഡറാണെന്ന് പറഞ്ഞു 10 പേർക്ക് ജോലി നൽകേണ്ട ആളാണ്, മനസ്സിലായോ? അപ്പോൾ ലീഡറായിട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ജോലിക്കാരനാക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ജനിച്ച സമയത്ത് തന്നെ പറയണ്ട. അതിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ എനർജി 10 പേർക്ക് ജോലി നൽകേണ്ട ആൾക്കാരാണ്. അവൻ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിന് ജോലി ഇപ്പൊ ട്രെയിനിങ് പോകുന്നുണ്ട്. ഏതിൻ്റെയാണ്? സിവിൽ എഞ്ചിനീയർ. ഓക്കെ, ഞാൻ അവർ പോകുന്നുണ്ട്.
എന്തായാലും ഇപ്പോൾ സമയത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കർമ്മമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സമില്ല. ആഗ്രഹിക്കുന്ന രീതിയിൽ പിന്നെ കാരിയർ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന സമയം തന്നെയാണ്. കൂടുതലും അടുത്ത വർഷം കൂടുതൽ നല്ല സമയമാണ്. കാരണം പേഴ്സണൽ ഇയർ 4 എന്ന എനർജിയിലാണ് ഇപ്പോഴുള്ളത്. 4-8നെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ട് തന്നെ പറയണം. കർമ്മരംഗത്തും കാര്യങ്ങളിലും അത് സീരിയസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന തലങ്ങളിലൊക്കെ നല്ലതാണ്. കാരണം എൻ്റർടൈൻമെൻറ്റിന് അത്ര അനുകൂലമായിട്ട് സമയമല്ല എങ്കിലും കാരിയർ, നിയമം, ഇങ്ങനെ അതുപോലെ ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ട് നല്ലതാണ്. അപ്പോൾ അടുത്തൊരു വർഷം കൂടുതൽ അനുകൂലം ആണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിന് ശ്രമം നടത്തുക. അനുകൂലമായിട്ട് തന്നെ വരും എന്നാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതെ, അടുത്തത് വിളിക്കണം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ കേട്ടത് ജോലി വരും എന്ന് വെച്ചിട്ടല്ല നിൽക്കേണ്ടത്. ആ പേരിലുള്ള മാറ്റമാണ് ഞാൻ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നിങ്ങൾ അതാണ് നിങ്ങൾ അവിടെ കുറിച്ച് വെക്കേണ്ട കാര്യം. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് ഒരു ജോലി കിട്ടുന്നതല്ല, ജീവിതം മുഴുവൻ നമുക്ക് ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ജോലി കിട്ടിയതോ ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടിയിട്ട് തന്നെ അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ജീവിതത്തിന് ഒരു ഉയർച്ചയാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു ജോലി കൊണ്ടൊന്നുമല്ല ജീവിതത്തിൻ്റെ എൻ്റെ കാര്യം തീരുമാനമാകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പേരിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ഭാഗ്യ നമ്പർ 5. കളറ് ലൈറ്റ് ബ്ലൂ, ഗ്രീൻ ആൻഡ് യെല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും പിന്നെ ഒരവസരത്തിൽ നമുക്ക് രണ്ടാമത്തെ ആളുടെയും നോക്കാം. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ പേരിൻ്റെ തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കുട്ടിയുടെ എനർജി പ്രകാരം ഒരു ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെക്കണം. അപ്പോൾ ഇത്രയും വലിയ എനർജിയാണ് പേരിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ളത്. ഒരുപാട് അറിവ് ശേഖരിക്കാനുള്ള ആളാണ്. അറിവിനെ എന്താ പറയുക, ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള ആളാണ്. ഇപ്പം ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലേ എന്നെ. അപ്പോൾ അങ്ങനെ അവരുടെ ആ ജീവിതത്തിൻ്റെ ശരിക്കുള്ള ആ ഒരു ഒരു മധ്യകാലത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ എനർജി ശരിക്കും അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ കുട്ടികളെപ്പം കുട്ടികൾ എന്നാലും വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജീവിതകാലം, പ്രത്യേകിച്ച് 8 എന്ന എനർജി. നമുക്ക് കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? തലശ്ശേരി നിന്ന് ബിന്ദുവാണ് സംസാരിക്കുന്നത്. എന്റെ മകളുടെ പേരിനെ പറ്റി പറയേണ്ടിട്ടാണ്. ഓക്കെ, ആയിക്കോട്ടെ. മകളുടെ പേര് പറയൂ. ഷിംന കെ. സിനി? ഷിംന, SIMN. സിമ്രാൻ എന്താണ് പറഞ്ഞത്? സിംന സിമ്രാൻ എന്താ പറഞ്ഞത്? ഷിംന SHI ആണോ? അല്ലല്ല, SIMNA. ഓക്കെ, സിംന ഇനിഷ്യൽ കെ. ഓക്കെ, സിംന കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് 13/3/2000. കേൾക്കാമോ? ഹലോ. പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 9. 4ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരലാണ് കേട്ടോ. അപ്പോൾ ആണ് ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ഓക്കെ, പൊതുവെ ഇതിനെ നമ്മൾ വളരെ ആക്റ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. അപ്പോൾ അവരോട് എന്താ പറയുക, പൊതുവെ ശ്രദ്ധിച്ചിട്ട് ആദ്യം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ഡീൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദോഷമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 50% മാത്രം സപ്പോർട്ടീവാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എനർജി പ്രകാരം ഇപ്പോൾ കുട്ടിയായ ഉയർച്ച താഴ്ച അതൊക്കെ ഇതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ആ പേരിനെ വളരെ ലക്കിയസ്റ്റ് ആക്കി തന്നെ വെക്കണം. ഇല്ലെങ്കിൽ
വളരെ അതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള എടുത്തുചാട്ടം കൊണ്ട് പല എന്താ പറയുക ജീവിതത്തിൽ പല ഡൈവേർഷനും ഉണ്ടാവാനുള്ള കാര്യങ്ങൾ കൂടുതലുള്ള എനർജിയാണ്. അപ്പോൾ അത് പേരിനെന്തെങ്കിലും മോശമുണ്ടോ? പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ ദോഷമില്ലാന്നുണ്ട്. കാരണം ഒരു കേതുവിൻ്റെ എനർജിയിലുള്ള പേരാണ്. അപ്പോൾ വളരെ ദോഷമില്ല എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. പക്ഷേ അതിൽ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എനർജി. ആ പേരിൽ ഒരു മാറ്റം വരുത്തുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കെ എന്നതിൽ കെയുടെ ഫുൾ ഫോം നോക്കണോ? അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ അച്ഛൻ്റെ പേരെന്താണ്? ദേവരാജൻ. ദേവരാജൻ. ഓക്കെ. അമ്മയുടെ പേര്? ബിന്ദു. ബിന്ദു. ഓക്കെ. നോക്കതൊരു അലസത പോലെയാണ്. അതുകൊണ്ടാ പറഞ്ഞ പേരിനെ പറ്റി എന്തെങ്കിലും ഒരു മോശവും എന്താണ് ഒരു അത്ര ഒരു ഇതിലായിട്ടുള്ള ഒരു ഇതല്ല, ഒരു എത്ര ഒരു അലസത പോലെ ഉണ്ടാവും, കുറച്ചങ്ങനെ ഇതാവാത്ത പോലെ എന്താ പറയാ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ആ എനർജിയിൽ നല്ലൊരു മാറ്റം, നല്ലൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വെക്കണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിർബന്ധമായിട്ട് അതാണ് ഞാൻ ആദ്യം തന്നെ അതിൽ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഒന്ന് ഞാൻ ജസ്റ്റ് അച്ഛൻ്റെ പേര് വെച്ച് നോക്കട്ടെ. ദേവരാജ്. ദേവരാജ്. ഈ ദേവരാജിന് ഡി എച്ച് എന്നുണ്ടോ? ഡി എന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ശരി. ഈ സിംന ദേവൻ കെ എന്നാക്കി കഴിഞ്ഞാൽ ഒരു നല്ല പേരാണ്. സിംന ദേവൻ. പിന്നെ കെ ഇനീഷ്യൽ കൂടി വേണം. അല്ലെങ്കിൽ ആ കെ മാറ്റിയിട്ട് ബി എന്നാക്കിയാലും കുഴപ്പമില്ല. ബി എന്ന് വേണമെങ്കിൽ വെക്കാം. സിംന ബി ദേവൻ എന്ന് വെക്കാം. അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ബിന്ദു എന്നുള്ള ബി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ പിന്നെ കെ എന്ന് വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ നിങ്ങളെ തറവാട്ട് പേര് തന്നെ വെക്കണം എന്നാണ് നിർബന്ധമെങ്കിൽ തറവാട്ട് പേര് കെ എന്ന് വെക്കാം. കാരണം ബിയും കെയും ചന്ദ്രൻ്റെ എനർജിയിലുള്ള ലെറ്റേഴ്സ് ആയതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ സിംന ദേവൻ ബി വെക്കാം, കെ എന്ന് വെക്കാം. അപ്പോൾ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേര് ആകുകയും ചെയ്തു. ഇനിയിപ്പം നിങ്ങൾ തറവാട്ട് പേര് നിർബന്ധമാണ്, കെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ സിംന ദേവൻ കെ എന്നാക്കുക. അപ്പോൾ കൂടുതൽ അനുകൂലം. എന്തായാലും അതൊരു 100% ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 70% മുകളിൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഒരു നല്ല പേര്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പേരായിട്ട് വരും കേട്ടോ. അപ്പോൾ ദേവൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് അവിടെ എഴുതി വെക്കുന്നുണ്ടോ നിങ്ങൾ? DEVAN. DEVAN ദേവൻ ബി. സിംന SIMNA DEVAN ബി. സിംന ദേവൻ ബിന്നോ കെന്നോ വെക്കാം. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കാരണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അവൾക്ക് കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു പേര്. അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് പിന്നെ ശ്രദ്ധിക്കണം. ഓക്കെ. എന്തായാലും പിന്നെ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നതുകൊണ്ടിരുന്നത് 14-നെ കുറിച്ചിട്ടാണ്. 14-ലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 14 എന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്താണ് പൊതുവേ 14. അതേസമയം ഒരു ദേശത്തിൻ്റെയോ ഒരു നാടിൻ്റെയോ പേര് 14 വരുമ്പോഴേക്കും അതിന് പിന്നെ കൃത്യമായിട്ട് ന്യൂമറോളജിയിലെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ കണ്ടുപിടുത്തമായിട്ട് പറയുന്നതല്ല എന്ന് ഞാൻ ചുരുക്കം. അത് പ്രകൃതി ദുരന്തത്തിൻ്റെ എനർജിയാണ് എന്നതും വ്യക്തമാക്കിയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരള എന്ന എനർജിയിൽ 14, അതായത് കെ എന്നാൽ 2 എന്നും, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നും, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, എ എന്ന് പറഞ്ഞാൽ വീണ്ടും 1, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 14 വരുന്നത്.
അപ്പോൾ അതൊരു അത്ഭുതം പോലെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാനും ഉണ്ട്. അപ്പോൾ ഇന്ന് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. അപ്പോൾ ആർക്കെങ്കിലും കൺസൾട്ടേഷൻ പേഴ്സണലായിട്ടുള്ള എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം: 62 38 68 18 81. ഒന്നുകൂടി പറയാം: 62 38 68 18 81. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാകുക. അത് ആർക്കും കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രം അതിൽ ബന്ധപ്പെടുക. എന്തായാലും അടുത്തൊരു നല്ല എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.